നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കന്നിക്കൂറിൽപ്പെട്ട ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അതായത് ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ 1, 2 പാദങ്ങൾ ചേർന്ന കന്നിക്കൂറുകാരുടെ 2024 വർഷഫലം പറയാമെന്ന് വിചാരിക്കുന്നു. കന്നിക്കൂറുകാരുടെ ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ ഇപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 7-ലും കേതു ജന്മത്തിലും ശനി 6-ാം ഭാവത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലം. ശനിക്കും രാഹുവിനും കേതുവിനും ഈ വർഷം മാറ്റങ്ങളില്ല. എന്നാൽ 2024 മെയ് 1-ന് വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ കന്നിരാശിയുടെ 9-ാം ഭാവത്തിലേക്കാണ് വ്യാഴ സംക്രമണം നടക്കുന്നത്. ഈ ഗ്രഹസ്ഥിതി പ്രകാരം കന്നിക്കൂറുകാർക്ക് 2024 എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, ആദ്യ 4 മാസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും പിന്നീടുള്ള മാസങ്ങളിൽ വളരെയധികം ഗുണപ്രദമാണ്. ആദ്യ 4 മാസങ്ങളിൽ കർമ്മരംഗത്ത് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ഗുണങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണാം. ഏതു മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും അവർക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തിക നഷ്ടമുണ്ടായേക്കാം. ഏതൊരു പ്രവൃത്തിയിൽ ഇറങ്ങി പുറപ്പെടുമ്പോഴും ശ്രദ്ധ അത്യാവശ്യമാണ്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും തടസ്സങ്ങൾ ഉണ്ടായേക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അത്ര അനുകൂല മാസക്കാലമല്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആയാലും ചില നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ദൂരദേശ യാത്രകളും യാത്രാക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ മെയ് 1-ന് ശേഷം വ്യാഴം 9-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഭാഗ്യഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ശനിയാകട്ടെ 6-ാം ഭാവത്തിലും. മേന്മകൾ ഏറും. ഭാഗ്യാനുകൂല്യങ്ങൾ കൂടുതലായി ലഭിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. സ്വന്തം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ കാണാനാകും. ഏതൊരു കാര്യവും നന്നായി പഠിച്ച് മനസ്സിലാക്കി ശ്രദ്ധയോടെ നിർവഹിക്കേണ്ടതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകും. അവരുടെ വിവാഹ കാര്യങ്ങളും പഠന കാര്യങ്ങളിലും സന്താന വിഷയത്തിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് താൻ ആഗ്രഹിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കാനും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും ആകും. വ്യാഴം 9-ലാകയാൽ ഭാഗ്യഭാവത്തിലായതുകൊണ്ട് ഏതൊരു പ്രശ്നത്തെയും ദൈവാധീനത്താൽ അതിജീവിച്ച് മുന്നോട്ട് പോകാനാകുന്നതാണ്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. അവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദരങ്ങളുടെ സഹായങ്ങളും വന്നു ചേരുന്നതാണ്. സ്വന്തമായ വീട്, വസ്തു, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരുന്നതാണ്. ആഡംബര കാര്യങ്ങൾക്ക് ഒരു കുറവും വരുന്നതല്ല. കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. ആദ്യ പകുതിയിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി പക്കപ്പിറന്നാളിന് ഗണപതി ഹോമം, ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും നാഗങ്ങൾക്ക് 100 പാലും, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. ഈ വർഷഫലങ്ങളെല്ലാം ഗോചരഫലങ്ങളാണ്. വർഷഫലങ്ങളിൽ ശനി, രാഹു, കേതു, വ്യാഴം എന്നീ ഗ്രഹങ്ങളെ കൊണ്ടാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൂടുതൽ വിശദമായ ഫലങ്ങൾ മാസഫലങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പ് നമ്പർ ലഭ്യമാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. മറുപടിയും പ്രതീക്ഷിക്കാം. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.